അപ്പം എല്ലാവരും എന്നോട് ചോദിച്ച കാര്യം ഞാൻ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യാറ് വീഡിയോസൊക്കെ. അപ്പം ഞാൻ കൂടുതൽ എഡിറ്റ് ചെയ്യാറ് ഇൻഷോട്ടിലാണ്. ഇൻഷോട്ട് ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. ഇൻഷോട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. വീഡിയോ എന്താണ് ഇത് കാണിച്ചു തരാം. ഇൻഷോട്ട് അതാണ് നിങ്ങളിവിടെ വീഡിയോ ആണോ, അതായത് ഇങ്ങനെ ഫ്രെയിം പോലെ കോളേജാവില്ല അങ്ങനെ, അതാണോ, ഫോട്ടോ ആണോ, വീഡിയോ ആണോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. അപ്പം എന്നിട്ട് നിങ്ങൾ ഇവിടെ ന്യൂ എന്ന് കാണിക്കും, അതായത് എന്താ വീഡിയോസ് ഇടുന്ന അതിന് വെക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് എടുക്കുക. ഇപ്പം ഇങ്ങനത്തെ ഒരു പിക്ചർ എടുക്കുക. ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 2 പിക്ചറാണ്. അപ്പം നിങ്ങൾ നേരെ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലറാക്കില്ലേ ഇങ്ങനെ, ഇവിടെ കുറേ മോഡ്സൊക്കെ ഉണ്ട് ബ്ലറാക്കുന്ന. ഇതാകണ്ട ഇങ്ങനെ ഇപ്പോൾ ഒരു വിൻഡോ ഫീൽ ഇപ്പോൾ കിട്ടിയില്ലേ, അങ്ങനെയൊക്കെ പല കാര്യം ചെയ്യാൻ പറ്റും. പോരാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണിക്കുന്ന സംബന്ധം എന്ന് വെച്ചാൽ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ടൈപ്പിൽ അടുത്ത വീഡിയോ എങ്ങനെ വരണോ, പിന്നെ പല ടൈപ്പുണ്ട്. ഇതാക്കണ്ടോ, എങ്ങനെ വേണമെങ്കിലും വരും. ഇതൊക്കെ ഫിൽട്ടർ, എഫക്ട്സ്. പിന്നെ നിങ്ങൾക്ക് സൗണ്ട് പോരെങ്കിൽ അത് കട്ട് ചെയ്തിട്ട്, സൗണ്ട് ക്ലിയർ ഇല്ലെങ്കിൽ വീഡിയോസിൽ അത് കട്ട് ചെയ്യുക. മറ്റേ സൗണ്ട് കട്ട് ചെയ്യാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേപോലെ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് 3 വരെ ടൈം ഉണ്ടാവും. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് പറയേണ്ട കാര്യമൊക്കെ പറയാം. നമുക്ക് ഇതന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് 3 ഓക്കെ. ഇവിടെ തന്നെ കുറേ എഫക്ട്സ് ഉണ്ട്, അതായത് ഈ നൈഫ്, ബോംബ്, പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഗെയിംസ് ഏതാ, പിയാനോ, പിന്നെ ഡെമോ, ഹൊറർ, ക്യാമറ, പിന്നെ ഫൈറ്റിൻ്റെ, ബോംബ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇൻഷോട്ടിലുണ്ട്. പിന്നെ മ്യൂസിക് ഈ ആപ്പിൽ അങ്ങനെ കിട്ടുള്ളൂ. ഈ ആപ്പിൽ ഇംഗ്ലീഷ് സോങ്സ് മറ്റേ അങ്ങനത്തെയൊക്കെ കിട്ടും. നമ്മളെ മലയാളമൊന്നും ഇല്ല. യൂട്യൂബിലെ വീഡിയോ റെക്കോർഡ് ചെയ്യുക, പാട്ടേന്ന് വെച്ചടിച്ചിട്ട്. എന്നിട്ട് ഗാലറിയുടെ മുകളിൽ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് കാണിക്കും, അത് ഞെക്കുക. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ടത് ഓക്കെ എടുക്കുക. കാരണം ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ സ്പ്ലിറ്റ്, അതായത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണേ 2ആക്കി വെക്കണമെങ്കിൽ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്, ആനിമേഷൻ. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെയാണ് കണ്ടോ, അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ 3 പല കാര്യങ്ങളുണ്ടാവും. ഇത് വെക്കുക. എന്നറിയില്ലേ നിങ്ങളെ വീഡിയോ ഇങ്ങനെ കൊണ്ടു നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ ചെറുതാക്കുക. ഈ സാധനം ഞെക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കുക. വീഡിയോ എത്തുമ്പോൾ ഇങ്ങനെ വരിക, ഇങ്ങോട്ട് ഞെക്കിയിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഇതൊക്കെ ഉണ്ട്. ഇപ്പം ബൈ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ.